എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൈറ്റിൽ എല്ലാവരും വായിച്ചല്ലോ അല്ലേ? അതായത് 200 തേങ്ങയിൽ നിന്ന് എത്ര ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ തൊണ്ടെല്ലാം നമ്മൾ പൊതിച്ചു മാറ്റും. ഈ തൊണ്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ശേഷം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ, അതായത് നല്ല മഴയുണ്ടായിരുന്നു ഒരു 5 ദിവസമായിട്ട് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ ഞാൻ ചകിരി കളഞ്ഞില്ല. ഈ ചകിരി എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്രോ ബാഗിലും അതുപോലെ തന്നെ മറ്റു ചെടികളുടെ ചുവട്ടിലും നമുക്ക് ഈർപ്പം പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെ ഈ പറയുന്ന ചകിരി നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നീട് ഞാൻ വെയിലൊക്കെ ഒന്ന് അത്യാവശ്യം ഓക്കെ ആയപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ പൊട്ടിക്കാൻ ആരംഭിച്ചു കേട്ടോ. ഞാനേ പൊട്ടിക്കുന്ന തേങ്ങ അതുപോലെ തന്നെ നമ്മൾ വെയിലത്ത് വെക്കുക. കാര്യം നമ്മൾ എത്രത്തോളം വെയിൽ കൂടുതൽ കിട്ടുമോ അത്രത്തോളം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ തേങ്ങയുടെയൊക്കെ വെള്ളം ഞാൻ കുടിച്ചു. പിന്നീട് ഞാൻ ഈ വെള്ളം നമ്മുടെ തെങ്ങിനും അതുപോലെ തന്നെ മറ്റു ചെടികൾക്കും ചുവട്ടിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. വെളിച്ചെണ്ണയുടെ വില കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ നമ്മൾ ഏകദേശം എല്ലാ തേങ്ങകളും പൊട്ടിച്ചു കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ നമ്മളെടുത്ത് വെയിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ തേങ്ങ അടുക്കി വെക്കണം. ഫസ്റ്റ് ഡേ സത്യത്തിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടി. അതുകൊണ്ട് തന്നെ ഉള്ളിൽ പിന്നെ ഒരു കോൺഫിഡൻസ് നമ്മുടെ വർദ്ധിച്ചു കേട്ടോ. കാരണം ഇത് ഫെയിലായി പോകത്തില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വന്നു കഴിഞ്ഞു. എല്ലാ തേങ്ങയും അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ നോക്കിയെന്ന് പോയി കേട്ടോ. എന്താ രസം കാണാനല്ലേ? ഫസ്റ്റ് ഡേ അത്യാവശ്യം നല്ല വെയിൽ കിട്ടി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേയും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ചില പക്ഷികൾ വന്നിട്ട് നമ്മുടെ തേങ്ങ എടുത്തുകൊണ്ട് പോകുന്ന രീതി വന്നു. അപ്പം ഞാൻ എന്തെടുത്തെന്ന് വെച്ചാൽ നെറ്റ് എടുത്ത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടു. പിന്നീടൊരു 3-4 ദിവസമായപ്പോൾ നമ്മുടെ തേങ്ങകൾ അടർന്നു തുടങ്ങി. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്, നല്ലൊരു പിച്ചാത്തി എടുക്കുക, അത് അടർത്തി എടുക്കണം. തേങ്ങ മാറി ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊപ്ര എന്നാണ് കേട്ടോ. കൊപ്ര അടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ചിരട്ട. ചിരട്ടയ്ക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ചിരട്ട എന്ത് ചെയ്യുന്നു എന്നുള്ളത്. കൊപ്ര അടർത്തിയെടുത്ത ശേഷം നമ്മളൊരു പിച്ചാത്തി എടുത്ത് അത് പെയ്യെ അരിയണം. അരിയുന്നത് കുറച്ച് ടാസ്ക് ആണ്. കാരണം ഇത്രയും തേങ്ങയുടെ അരിയുക എന്ന് പറയുമ്പം കുറേ ടൈം എടുക്കും കേട്ടോ. ഏകദേശം 7-8 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ തേങ്ങയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കൊപ്രയായിട്ട് നമുക്ക് കിട്ടി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ തേങ്ങ ആട്ടാൻ സമയമായെന്ന്. പിന്നെന്താ ചെയ്യുക, അന്നൊന്നും കൂടെ ഒന്ന് വെയിൽ കൊള്ളിച്ച ശേഷം ഡയറക്റ്റ് മില്ലിൽ കൊണ്ടുപോകണം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് കൂടുതൽ വെയിൽ കിട്ടിയാലും കുറവ് വെയിൽ കിട്ടിയാലും തേങ്ങയ്ക്ക് പ്രശ്നം തന്നെ കേട്ടോ. കാരണം എന്താ, തേങ്ങയുടെ വെളിച്ചെണ്ണയെ നമുക്കത് കാര്യമായിട്ട് ബാധിക്കും. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. അതായത് ചില തേങ്ങകളൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മാറ്റി ചാക്കിനകത്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും. അങ്ങനെ അടുത്തുള്ള മില്ലിൽ കൊണ്ടുവന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ കൊപ്രയെല്ലാം ഒന്ന് കറക്റ്റായിട്ട് മാറുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ചതഞ്ഞ് അതിനകത്തുള്ള വെളിച്ചെണ്ണ ഫുള്ള് ഇറ്റിറ്റ് നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടേ, ആ ബക്കറ്റിലേക്ക് ഇത് വീഴുന്നത്. ശേഷം നമ്മളൊരു 3 ദിവസത്തോളം നമ്മൾ കൃത്യമായിട്ട് ഇത് വെയിലത്ത് വെച്ചു. കാരണം ഇതിനൊരു മട്ടുണ്ട്. ആ മട്ടെല്ലാം മാറി നല്ല പ്യുവർ വെളിച്ചെണ്ണ നമുക്ക് കിട്ടണം. പിന്നീട് ഞാനതേ കുപ്പിയിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് 200 തേങ്ങയിൽ നിന്നും 14 ലിറ്റർ വെളിച്ചെണ്ണയോളം കിട്ടി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.